ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പോസിറ്റീവ് മനോഭാവം എന്താണെന്നാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ്, അല്ലേ? ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരാൾ ശുഭാപ്തി വിശ്വാസിയായിരിക്കണം. ആത്മവിശ്വാസവും പോസിറ്റീവ് മനോഭാവവും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവാവിന് ജീവിതത്തിൽ എന്തും നേടാൻ കഴിയും. നിങ്ങളുടെ കുട്ടികളിൽ ഒരു പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു പോസിറ്റീവ് മനോഭാവം നിങ്ങളുടെ കുട്ടിയെ എങ്ങനെ സഹായിക്കും എന്നതാണ് ആദ്യമായി ഞാൻ പറയുന്നത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കുട്ടികൾക്ക് കാര്യങ്ങളോട് പോസിറ്റീവ് മനോഭാവം പുലർത്താൻ കഴിയും. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കുട്ടി ജീവിതത്തിലെ വിവിധ ഘടകങ്ങളെ പോസിറ്റീവായി സമീപിക്കാൻ പഠിക്കുകയും പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുകയും ചെയ്യും. ചെറിയൊരു തിരിച്ചടിയിൽ നിന്ന് കുട്ടികൾക്ക് നെഗറ്റീവ് ഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം, പക്ഷേ അത് ലോക അവസാനത്തിലേക്ക് നയിക്കില്ലെന്ന് അവർ മനസ്സിലാക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശുഭാപ്തി വിശ്വാസം നിലനിർത്തിയാൽ അവർക്ക് എപ്പോഴും വെല്ലുവിളി നിറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ കഴിയും. നിങ്ങളുടെ കുട്ടികളുടെ മോശം ചിന്തകളെയോ വികാരങ്ങളെയോ അവഗണിക്കാൻ നിങ്ങൾ അവരെ നിർബന്ധിക്കരുത്. പകരം അവയെ മറികടന്ന് മുന്നോട്ടു പോകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളിൽ നെഗറ്റീവ് സമീപനം എങ്ങനെ വികസിക്കും? നിങ്ങളുടെ കുട്ടിയുടെ മേൽ നിങ്ങൾ ധാരാളം നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങൾ അമിതമായി നെഗറ്റീവ് ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും അമിത ജാഗ്രതയും അമിത സംരക്ഷണവും കാണിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടിക്ക് മാനസികാഘാതമോ മാനസിക പ്രശ്നങ്ങളോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വീട്ടിലെ പരിസ്ഥിതി വളരെ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിൽ, ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്താഗതിക്കാരനായി മാറിയേക്കാം. കുട്ടികളിൽ പോസിറ്റീവ് മനോഭാവം എങ്ങനെ വളർത്തിയെടുക്കാം എന്ന ചില വഴികളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോടായി പങ്കുവെക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് അവരുടെ വികാരങ്ങൾ പങ്കിടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ജീവിതത്തിൽ പോസിറ്റീവ് മനോഭാവം സ്വീകരിക്കാൻ കുട്ടികളെ സഹായിക്കുന്നതിന് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അനുഭവിക്കേണ്ടത് നിർണായകമാണ്. സങ്കടം, സന്തോഷം, ഭയം, നാണക്കേട്, വിഷമം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരം എന്നിങ്ങനെ ചിലപ്പോൾ സന്തോഷമോ സങ്കടമോ തോന്നുന്നത് സാധാരണയാണെന്ന് അവരോട് പറയുക. അതുപോലെ തന്നെ ആളുകൾ അവരുടെ വികാരങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയാൽ നിഷേധാത്മക നിലനിൽക്കില്ല. നിങ്ങളുടെ കുട്ടി അസ്വസ്ഥനാണോ അല്ലെങ്കിൽ ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുക. ഈ ഇരുണ്ട മേഘങ്ങൾ കടന്നു പോകുമെന്ന് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ അവൻ്റെ പ്രശ്നവും വികാരങ്ങളും മനസ്സിലാക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ അടുത്തത് പ്രസംഗിക്കുന്നത് പരിശീലിപ്പിക്കുക. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾ നിലനിർത്തിയാൽ, നിങ്ങൾ ബോധവാന്മാരല്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്നതും അനുഭവിക്കുന്നതുമായ ഓരോ നീക്കവും കുട്ടികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പതുക്കെ എന്നാൽ തീർച്ചയായും കുട്ടികൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും സ്വീകരിക്കാൻ തുടങ്ങും. കഷ്ടപ്പാടുകൾക്കിടയിലും ഉത്സാഹഭരിതരായി തുടരുന്നത് പ്രായോഗികവും പ്രയോജനകരവുമാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. ഇതിൻ്റെ ഫലമായി അവർ കൂടുതൽ ശുഭാപ്തി വിശ്വാസികളാവും. അടുത്തത് പ്രോത്സാഹനത്തിലും പ്രചോദനത്തിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങളുടെ കുട്ടികൾക്ക് നിരാശ തോന്നുകയോ പ്രചോദനം ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർ വിജയിക്കുമ്പോൾ അവരെ അഭിനന്ദിക്കുക. അവർ കുഴപ്പമുണ്ടാക്കിയാൽ അവരെ ശകാരിക്കരുത്. മോശമായി പെരുമാറിയതിന് നിങ്ങളുടെ കുട്ടിയെ ഒരിക്കലും ശാസിക്കരുത്. അവൻ്റെ പ്രവൃത്തികൾ അസ്വീകാര്യമാണെന്ന് അവനെ നന്നായി അറിയിക്കുകയും എങ്ങനെ തിരുത്തണമെന്ന് അവനെ പഠിപ്പിക്കുകയും ചെയ്യുക.
അവരുടെ തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്ന് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ പോസിറ്റിവിസം പഠിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് സ്ഥലം കൊടുക്കുക. കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കേണ്ടത് നിർണായകമാണ്, അല്ലേ? അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറാൻ അനുവദിക്കുന്നത് സ്വീകാര്യമാണ്. അവരുടെ ലക്ഷ്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പിന്നാലെ പോകാൻ അവരെ അനുവദിക്കുക. അതുപോലെ തന്നെ നല്ല ഒരു കൂട്ടാളി വലയം, നല്ല കൂട്ടുകാരുടെ ഒരു വലയം തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കും. സൗഹൃദങ്ങൾക്ക് നമ്മളിൽ വലിയ സ്വാധീനമുണ്ട്, അല്ലേ? കൂടാതെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ ആയിരിക്കുന്നത് നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ ഗുണകരമായ സ്വാധീനം ചെലുത്തുന്നു. കുട്ടികളുടെ കാര്യത്തിലും ഇത് സത്യമായിട്ടുള്ള ഒന്നാണ്. അതിനാൽ നിങ്ങളുടെ കുഞ്ഞ് സന്തോഷവാനും ഉത്സാഹഭരിതരും ആയിരിക്കും. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് പോസിറ്റീവ് സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും പ്രചോദനം നൽകുക. നിങ്ങളുടെ കുട്ടികളുടെ ഒരു ദിവസത്തെക്കുറിച്ച് അറിയുന്നത് സന്തോഷകരമാണെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് സങ്കടമുണ്ടാക്കും, അല്ലേ? മോശം കാര്യങ്ങൾ മേൽ നല്ല കാര്യങ്ങൾക്ക് വിജയം നേടാൻ നിങ്ങൾ ഉപദേശിക്കുക. അതുപോലെ തന്നെ ഒടുവിൽ ജീവിതത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസമുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും. മൂല്യങ്ങളും ധർമ്മങ്ങളും ധാർമ്മികതയും വളർത്തിയെടുക്കുക. നിങ്ങളുടെ കുട്ടികളിൽ തുടക്കം മുതൽ തന്നെ ധാർമ്മികതയും മൂല്യങ്ങളും വളർത്തിയെടുക്കുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാത്ത കുട്ടികളെക്കാൾ അവർ കൂടുതൽ പോസിറ്റീവായ ആളുകളുമായി വളരും. നിങ്ങളുടെ കുട്ടികൾ അവരുടെ മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ അവർ ശരിയായ കാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കും. നിലവാരങ്ങൾ പാലിക്കുകയും ധാർമ്മികത പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് കുറ്റബോധം തോന്നുകയോ സ്വയം സംശയിക്കുകയോ ഖേദിക്കുകയോ ഉണ്ടാകില്ല. ഭയമോ കുറ്റബോധമോ അവിശ്വാസമോ ഇല്ലാത്തപ്പോൾ നല്ല പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാൻ കുട്ടികൾക്ക് സ്വയം കഴിയും. അപ്പോൾ പോസിറ്റീവ് മനോഭാവത്തെക്കുറിച്ച് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതലും കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാണ്. അതുകൊണ്ടാണ് രക്ഷകർത്താക്കൾ കൂടുതലായും വഴക്ക് പറയുമ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, ദേഷ്യപ്പെടാതെ നല്ല രീതിയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ പോസിറ്റീവ് മനോഭാവമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.